ആപ്കി അദാലത്തിൽ അണ്ണാ ഹസാരയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം മറ്റൊരാളുടെ പ്രേരണയാൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അണ്ണാ സാർ, ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഒറ്റയ്ക്ക് നിരാഹാരം ഇരിക്കാറില്ലെന്ന്. ആരോ താങ്കളെ പ്രേരിപ്പിക്കുകയാണ്, ആരോ താങ്കളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് സർക്കാരിനെതിരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി. പൂർണ്ണമായും തെറ്റാണ്. എന്റെ ഈ രോമം വെയിലുകൊണ്ട് വെള്ളയായതല്ല, അനുഭവത്തിലൂടെ വെള്ളയായതാണ്. ഇതൊരിക്കലും എനിക്ക് ഒരു പുതിയ പോരാട്ടമൊന്നുമല്ല. ഇതുപോലെ ഞാൻ എന്റെ ജീവിതത്തിൽ 10-15 നിരാഹാര സത്യാഗ്രഹം നടത്തിയിട്ടുണ്ട്. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി 13 ദിവസം ഞാൻ നിരാഹാരം ഇരുന്നിട്ടുണ്ട്, ഈ രാജ്യത്തിന്റെ നന്മ. അതായത് ദിഗ്വിജയ് സിംഗ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഈ പ്രക്ഷോഭങ്ങളെല്ലാം RSS ആണ് റിമോട്ട് കൺട്രോളിൽ നടത്തുന്നത് എന്ന്. ഇത് തമാശയായ ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു പാർട്ടിയെയും ഇതുവരെ അനുകൂലിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്ന ഈ RSS, BJP ഇതൊന്നും ശരിയല്ല, ഒരിക്കലുമില്ല. അങ്ങനെ ഒരു ആരോപണം ഉണ്ടായി. ഇതുകൊണ്ടാണ് ഞാൻ സോണിയാജിക്ക് ഒരു കത്തെഴുതിയത്. പറഞ്ഞു വന്നാൽ, ഇത്രയും വലിയ പദവിയിലിരിക്കുന്നവർ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അവരെയൊക്കെ നമ്മൾ എത്രമാത്രം ബഹുമാനിക്കുന്നതാണ്. അത്ര വലിയ പദവിയിലിരിക്കുന്നവർ കള്ളം പറയുകയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭാവി എന്തായിത്തീരും? കള്ളം പറയുകയാണ്. ഇങ്ങനെ ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്നവർ നുണ പറയാൻ തുടങ്ങിയാൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിത്തീരും? അതുകൊണ്ടാണ് ലെറ്റർ എഴുതിയത്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതായത്, ഞാൻ ഒരുപാട് ആളുകളോട് ഇതേപ്പറ്റി പറഞ്ഞിരുന്നു. ഇങ്ങനെ കള്ളം പറയുന്നവരുടെ തലയ്ക്കെന്തോ കുഴപ്പമുണ്ട്, അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. അതായത് മെന്റൽ ഹോസ്പിറ്റലിലേക്ക്. ഇതല്ലാതെ വേറെന്ത് പറയാനാണ്? അണ്ണാ സാർ, താങ്കൾ സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞു, അവർക്ക് ലെറ്റർ എഴുതിയിട്ടുണ്ട്. ഇതിനു മുൻപും താങ്കൾ എഴുതിയിട്ടുണ്ട്. അവർ താങ്കളുടെ മൂവ്മെന്റിനും ലോക്പാലിനും സപ്പോർട്ടല്ലേ ചെയ്തിരിക്കുന്നത്? സോണിയാഗാന്ധി പറഞ്ഞതുകൊണ്ടാണ് ഈ കമ്മിറ്റി തന്നെ ഉണ്ടായത് എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അതാണ് എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നത്. സോണിയാഗാന്ധിയും കൂടാതെ മൻമോഹൻ സിംഗും ഞങ്ങൾ ലോക്പാൽ ബിൽ പാസ്സാക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എല്ലാം മാറിപ്പോയി. അങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തു മായയാണോ സംഭവിച്ചത്? ഒന്നും മനസ്സിലായില്ല. ലോക്പാൽ ബിൽ എങ്ങനെയും കൊണ്ടുവരാമെന്നാണ് രണ്ടുപേരും എന്നോട് പറഞ്ഞത്. നല്ല നിയമം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടുപേരും മാറിപ്പോയി. സോണിയാഗാന്ധിയുടെ നാഷണൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ഒരു മെമ്പറുണ്ട്, ഹർഷ് മന്ദർ. അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ അണ്ണാ ഹസാരയോടൊപ്പം ജന്തർ മന്ദറിൽ പോയി ഇരുന്നില്ലെന്ന്. അതിനുള്ള കാരണം അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റേജിൽ ഭാരത് മാതാവിന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് RSS വെച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത്, നമ്മൾ ഏത് നിറത്തിലുള്ള കണ്ണടയാണോ വെച്ചിരിക്കുന്നത്, എല്ലാം ആ നിറത്തിലേ നമുക്ക് കാണാൻ കഴിയും. ആ കണ്ണട ഏത് നിറത്തിലാണോ ഉള്ളത്, അപ്പൊ പിന്നെ ആ നിറത്തിലല്ലേ കാണാൻ കഴിയൂ. കണ്ണാടിയുടെ നിറത്തിനനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേജിൽ RSSന്റെ രാം മാധവ് വന്നിരുന്നു. പിന്നെ RSSന്റെ നേതാവായ ബയായി ജോഷി താങ്കൾക്ക് ലെറ്റർ എഴുതുകയും ചെയ്തു. അതുകൊണ്ടാണ് അവരൊക്കെ ജന്തർ മന്ദറിലേക്ക് വന്നില്ലെന്ന്, അതായത് താങ്കൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ആര് വന്നാലും ആര് വന്നില്ലെങ്കിലും എനിക്കൊരു വിഷമവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു പാർട്ടിയെയും ഏതൊരു സംഘടനയെയും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ വേദികളിൽ ഒരു രാഷ്ട്രീയക്കാരും ഉണ്ടാവില്ല. പക്ഷെ ഒരാൾ മാത്രം വന്നു. അതിനുശേഷം ഞങ്ങളുടെ സംഘാടകർ താഴെയിരുന്നു. അതായത്, ചില സമയത്ത് എന്താണ് സംഭവിക്കുക എന്നാൽ, ഞങ്ങൾ പോരാട്ടം നടത്തുമ്പോൾ ആ പോരാട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ വന്ന് എൻ്റെ അരികിലിരിക്കും, പിന്നീട് ഫോട്ടോ എടുക്കും, അത് കൊണ്ടുപോയി രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ആരെയും അനുവദിക്കില്ല, ഒരു രാഷ്ട്രീയക്കാരെയും. താങ്കൾക്ക് ഞാൻ സന്ദർഭം തരാം. ഇപ്പോൾ ഒരേ ഒരു ചോദ്യം മാത്രം ഞാൻ ചോദിക്കുകയാണ്. താങ്കൾ ഒരു പാർട്ടിക്കാരെ അകത്തേക്ക് വിടില്ലെന്ന് പറയുകയാണ്. പക്ഷേ താങ്കളുടെ ഈ പ്രക്ഷോഭം മുഴുവനും ആന്റി കോൺഗ്രസ് പോലെ താങ്കൾക്ക് തോന്നുന്നില്ലേ? കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെയാണ്. വരാൻ പാടില്ലെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് വരാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. വേണമെങ്കിൽ മുന്നിലിരിക്കൂ, രാജ്യത്തിന് വേണ്ടി പോരാടണമെങ്കിൽ മുന്നിലിരിക്കൂ, എന്റെ അടുത്ത് വന്നിരിക്കാൻ പാടില്ല. അതായത്, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് ചേർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ചില സമയങ്ങളിൽ രാഷ്ട്രീയക്കാർ എന്നെ വെച്ച് ദുരുപയോഗം ചെയ്യുന്നു.
ആ ഒരു കാരണം കൊണ്ട് ഞാൻ ആരെയും അടുത്ത് നിർത്തില്ല. മുന്നിലിരിക്കാൻ പറയും. നിങ്ങൾക്കറിയാം, ഉമാഭാരതി വന്നിരുന്നു. ഞങ്ങളുടെ ആളുകളെല്ലാം ചേർന്ന് അവരെ പുറത്തേക്ക് ഓടിച്ചു. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് തെറ്റാണ്, ജനാധിപത്യത്തിന് ചേർന്നതല്ല. ജനങ്ങൾക്കിടയിലിരിക്കാൻ ആരെയും നമ്മൾ തടയരുത്. അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും തടയാൻ പാടില്ല. പൊതുജനങ്ങളോടൊപ്പം അവർക്കിരിക്കാം, പക്ഷെ സ്റ്റേജിലിരിക്കാൻ പാടില്ല. ഇതാണ് ഞങ്ങളുടെ റൂൾ. കാരണം എല്ലാരും നമ്മുടെ നാട്ടുകാർ തന്നെയല്ലേ. ആരും വേറെ രാജ്യത്തുനിന്ന് വന്നവരല്ലല്ലോ. എല്ലാം നമ്മുടെ ആളുകളാണ്. ഒരേ അഭിപ്രായമുള്ളവർ പിന്തുണ നൽകണമെന്ന് ആഗ്രഹിച്ചാൽ പൊതുജനങ്ങളോടൊപ്പം വരുന്ന അവർക്ക് പിന്തുണ നൽകാം. അതിനൊരു കുഴപ്പമില്ല. അത് ശരിയാണല്ലോ. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ഇപ്പോൾ പറയുന്നു ലോക്പാൽ ബിൽ കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ, സർക്കാർ പറയുന്നത് പോലെ വന്നാൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ പ്രക്ഷോഭം നടത്തുമെന്ന് പറയുന്നു. അതായത് ഇക്കാര്യത്തിൽ എനിക്കും കുറച്ചൊക്കെ നോളജ് ഉണ്ട്. എന്റെ എക്സ്പീരിയൻസ് വെച്ച് 10 മുതൽ 15% ജനങ്ങളാണ് ഇത് അംഗീകരിക്കുന്നത്. നിറയെ ആൾക്കാർക്ക് സമരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവരുടെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല. ചില ആൾക്കാരുടെ ജീവിത സാഹചര്യമാണ് തടസ്സം നിൽക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ എങ്ങനെ നിയന്ത്രിക്കും? ഈ രാജ്യം മുഴുവൻ ആ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ എന്ത് ശ്രമമാണ് ചെയ്യുന്നത്? വീട്ടില് കുട്ടികളും മക്കളും അച്ഛനും അമ്മയും എല്ലാവരും ഉള്ളവർ എങ്ങനെയാണ് പുറത്തു വരിക? എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുഴുവൻ സമയവും പോരാടുന്ന പോലെ കുടുംബം നോക്കുന്നവർക്ക് ഒരിക്കലും പോരാടാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം അവർക്ക് ചെയ്യാൻ കഴിയും. എവിടെയൊക്കെ പോരാട്ടം നടക്കുന്നുണ്ടോ അവിടെ വന്ന് അവർക്ക് ഇതിനെ പിന്തുണയ്ക്കാമല്ലോ. അതിനവർക്കെന്താണ് ബുദ്ധിമുട്ടുള്ളത്? അത് ചെയ്താൽ തന്നെ ഇതൊരു വലിയ പിന്തുണയാവും. കൂടാതെ മറ്റൊരു കാര്യം എന്തെന്നാൽ, 60 വയസ്സായി കഴിഞ്ഞു, 65 വയസ്സായി കഴിഞ്ഞു, 70 വയസ്സായി കഴിഞ്ഞു, അവരുടെ മക്കളൊക്കെ സെറ്റിലായി കഴിഞ്ഞു. അങ്ങനെയുള്ളവർ ജയിലിലേക്ക് പോകുന്നതിൽ എന്താണ് കുഴപ്പം? അതിലെന്ത് തെറ്റാവുന്നത്? കാലത്ത് എഴുന്നേറ്റ ഉടനെ പ്രാതലും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം അവിടെ കിട്ടുമല്ലോ. പറ്റാവുന്നിടത്തോളം നമുക്ക് പിടിച്ചു നിൽക്കാം. ശരിയാണ്, ഇത് മനസ്സിലാക്കാൻ തീരുമാനം. ശരി, അത് വിട്ടേക്ക്. ഇങ്ങനെയാണ് നമ്മൾ പിന്തുണയ്ക്കേണ്ടത്. പക്ഷേ അണ്ണാ സാർ, പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ മൂവ്മെന്റിൽ ചെറുപ്പക്കാരാണ് കൂടുതലും. അവരെല്ലാം ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പോലും പോകാറില്ലെന്ന്. ഇനി അങ്ങോട്ട് യുവാക്കൾ തയ്യാറായിരിക്കണം. 10 സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട്. ആ 10 സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നവർ പറയുന്നു, ഈ 10-ൽ ഒരാളെ പോലും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, കറപ്റ്റഡ് ആണ്, ഞാൻ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്നു. സർക്കാരിനെതിരെ ചോദ്യം ഉന്നയിക്കുന്നു. 10 കാൻഡിഡേറ്റും ചെയ്യാതെ നോട്ടയ്ക്ക് നിങ്ങളുടെ വോട്ട് ചെയ്യൂ. 11ാമത്തെ നോട്ടയ്ക്ക് 11ാമത്തെ. അപ്പൊ വോട്ടർ നോക്കും, ഒരാളെയും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇഷ്ടപ്പെടാത്തവർക്ക് വോട്ട് ചെയ്യില്ല. അപ്പോൾ ആ 10 പേരേക്കാൾ വോട്ട് കൂടുതൽ വീണിട്ടുണ്ടെങ്കിൽ എലക്ഷൻ റദ്ദാക്കും. വീണ്ടും എലക്ഷൻ വെക്കേണ്ടി വരും. ഇനിയും വോട്ടേഴ്സിന് നിങ്ങൾ പണം വാരിക്കൊടുക്ക്. 10 കോടിയിൽ കൂടുതലാണ് ചെലവഴിക്കുന്നത്. ഒരു ഇലക്ഷനിൽ 10 കോടിയിൽ കൂടുതൽ നഷ്ടമുണ്ടായാൽ അവരുടെ തലച്ചോറ് പ്രവർത്തിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്, ജനതർ മന്ദിറിലും രാജ്ഘട്ടിലും താങ്കളുടെ സമരത്തിന് സപ്പോർട്ടായിട്ട് വന്ന യുവാക്കൾക്ക് അവർക്ക് ലോക്പാൽ എന്താണെന്ന് അറിയില്ലെന്നും ജനാധിപത്യം എന്താണെന്ന് അറിയില്ലെന്നും പറയുന്നു. അവർക്ക് ഒരു സ്ലോഗൻ മാത്രമേ അറിയാവൂ, ठंडा ठंडा कूल कूल अन्ना हजारे वंडरफुल. ഇപ്പോൾ നടന്ന പോരാട്ടത്തിൽ യുവാക്കൾ പങ്കെടുത്തിരുന്നു. അവർ നിങ്ങൾ പറയുന്ന പോലെയല്ല. ഞാൻ അവരെ ശ്രദ്ധിച്ചു. 400-500 നഗരങ്ങളിൽ നിന്ന് ഒരുപാട് യുവാക്കൾ വന്നിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ദേശീയ പതാക എനിക്ക് വളരെ പ്രാധാന്യമായി തോന്നി. ഈ പോരാട്ടത്തിലൂടെയെങ്കിലും ചെറിയ രീതിയിൽ ദേശസ്നേഹം അവരിൽ ഉണ്ടായിട്ടുണ്ട്. അവർ ഘോഷം മുഴക്കി, അവർ മുദ്രാവാക്യം വിളിച്ചു, ഇൻകുലാബ് സിന്ദാബാദ്, വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്. സ്വാതന്ത്ര്യം കിട്ടി 62 വർഷം കഴിഞ്ഞ് യുവാക്കളുടെ മനസ്സിൽ ഈ ദേശസ്നേഹം കണ്ട് ഞാൻ വളരെയേറെ സന്തോഷിച്ചു. യുവാക്കൾക്ക് മാത്രമേ ഈ രാജ്യത്തെ നേരെ നയിക്കാൻ കഴിയൂ.